നമ്മുടെ നാട്ടിലൊരു പറച്ചിലുണ്ട്, നല്ല ഒരു ഇനി അതൊരു പെൺകുട്ടിയാണെങ്കിലും ശരി, ഒരു സ്ത്രീ ആണെങ്കിലും ശരി, ആരാണെങ്കിലും നമ്മൾ ആനച്ചന്തം എന്ന് പറയും. ആനച്ചന്തം എന്ന് പറയും. പക്ഷെ നമ്മളെവിടെയും പന്നിച്ചന്തം എന്ന് കേട്ടിട്ടില്ല. ഈ വെളുത്ത പന്നികളുണ്ട്, അത് വിചാരിച്ചിട്ട് അതിനെ ചന്തം എന്ന് പറയില്ല. ആനയ്ക്കാണ് ആനച്ചന്തം എന്ന് പറയാറുള്ളത്. അങ്ങനെയല്ലേ? ഞാൻ തെറ്റാണെന്ന് എനിക്ക് തോന്നുന്നത് നിങ്ങൾ എല്ലാവരും കേട്ടോണം ഈ ഒരു ഫ്രേസ്. നല്ല ആനച്ചന്താണ് കേട്ടോണം. അതുപോലെ തന്നെ ആന നെറ്റിപ്പട്ട കെട്ടി പൂരത്തിന് വരുന്ന സമയത്ത് അതിനങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കാൻ നല്ല രസമാണ് എന്ന് പറയുന്ന ആ ആനച്ചന്ദ്രത്തിനെ കുറിച്ചിട്ടാണ് ഇന്നിപ്പം ഒരു ലൈവില് വരുന്നത്. ബിക്കോസ് ഇപ്പൊ 2 ദിവസമായിട്ട് ഞാൻ കേട്ടുകൊണ്ടിരിക്കുകയാണ്, ഒരു ടീച്ചർ എന്ന് പറയുന്ന ഒരു സ്ത്രീ കലാമണ്ഡലത്തിൽ നിന്ന് ഒരു വ്യക്തിയെ കുറിച്ച്, അത് വ്യക്തി എന്ന് പറഞ്ഞാൽ ഞാൻ അറിയുന്നൊരു പയ്യനാണ്, RLV രാമകൃഷ്ണൻ. ഞാൻ വളരെയധികം ഞാൻ ബന്ധം പുലർത്തുന്ന ഒരു വ്യക്തിയാണ്. എപ്പോൾ കണ്ടാലും നല്ല സ്നേഹമാണ്, എന്നോടും വലിയ സ്നേഹമാണ്, എനിക്ക് രാമകൃഷ്ണനോടും വലിയ സ്നേഹമാണ്. അതല്ല ഇവിടുത്തെ പ്രസക്തി. എന്റെ സ്നേഹത്തിന്റെ അല്ല ഇത്. ഞാൻ അറിയാത്ത ഒരാളാണെങ്കിലും ശരി, ഇതുപോലെ ഒരു വ്യക്തി തന്റെ തൊലിക്ക് കുറച്ച് വെളുപ്പുണ്ടെന്ന് വിചാരിച്ചുകൊണ്ട് മറ്റ് വ്യക്തിക്ക് തൊലിക്ക് കറുപ്പാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ അവഹേളിക്കുന്ന രീതിയിലുള്ള സംസാരങ്ങൾ, ആ കലയോടല്ല അവര് നീതി പുലർത്തിയിരിക്കുന്നത്. ആ കല എന്ന് പറയുന്നത് ആ വ്യക്തിയുടെ ഡാൻസിനെയാണ് നമ്മൾ നോക്കുന്നത്. ശരി, സംഭവിച്ചു, പുരുഷന്മാർ മോഹിനിയാട്ടം ചെയ്യാറില്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് എനിക്ക് തോന്നുന്നത് ഒരു ഡാൻസർ എന്നുള്ള രീതിയിൽ അവർക്ക് അതൊക്കെ പറയാൻ പറ്റും. പക്ഷേ പുരുഷന്മാർക്ക് എന്താ ഡാൻസ്? ഇപ്പൊ വിനീതൊക്കെ ഡാൻസ് ചെയ്യുന്നുണ്ട് കഴിഞ്ഞാൽ എന്തൊരു ക്രേസ് ആണ്. എത്രയോ നല്ല നല്ല നർത്തകരുടെ ഇവിടെയുണ്ട് പുരുഷന്മാർ. അപ്പം അവിടെയും നിങ്ങൾ ലിംഗപരമായിട്ട് അവർക്കത് ചെയ്യാൻ പാടില്ല, ഇവർക്കിത് ചെയ്യാൻ പാടില്ല എന്ന് പറയാനും ഉള്ള അധികാരം ആർക്കുമില്ല. പിന്നെ ഈ കലാമണ്ഡലം സത്യഭാമ എന്ന് പറഞ്ഞിട്ട് ശ്രീകുമാരൻ സാറ് എവിടെയോ എഴുതിയപ്പോഴാണ് ഞാൻ അറിയുന്നത്. ആ സത്യഭാമ എന്ന് പറയുന്നത് അതൊരു വലിയ മഹത് വ്യക്തിയായിരുന്നു. അവരൊരു കലാകാരിയായിരുന്നു, നല്ല മനുഷ്യത്വമുള്ള ഒരു വ്യക്തി. ഇതുപോലെ വർണ്ണവിവേചനം കാണിക്കുന്ന ഒരു വ്യക്തിയല്ലായിരുന്നു. ഞാൻ അതുകൊണ്ടാണ് തുടക്കത്തിൽ പറഞ്ഞത്, ആനച്ചന്തം എന്ന് പറയുന്നത് ആ കറുപ്പിനോടുള്ള അഴകാണ്. അങ്ങനെയുള്ള ആനച്ചന്തത്തിന്റെ കൂട്ടത്തില് നമ്മുടെ അങ്കമാലി മാർക്കറ്റിൽ പോയി കഴിഞ്ഞാൽ വെട്ടാൻ വെച്ചിരിക്കുന്ന പന്നികൾ, അല്ലെങ്കിൽ വളർത്തിക്കൊണ്ടുവരുന്ന പന്നികൾ നല്ല വെളുത്ത നിറമാണ്. പക്ഷെ ആരും പന്നിച്ചന്തം എന്ന് പറയാറില്ല. അതുകൊണ്ട് ഇനിയെങ്കിലും ഈ പറയുന്ന വ്യക്തിയുടെ പേര് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന കാരണം എന്താ വെച്ചാൽ, അത് ഞാൻ ആ പേരെന്ന് പറഞ്ഞാൽ എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു പേരാണ്. അതിനെപ്പോലും ബലകെടുത്തുന്ന രീതിയിൽ ഉള്ള ഒരു സംസാരം സംസാരിച്ചപ്പം എനിക്കതിൽ വളരെയധികം സങ്കടമുണ്ട്. പിന്നെ രാമകൃഷ്ണന്റെ അടുത്ത് എനിക്ക് ഒന്നേ പറയാനുള്ളൂ, മോനെ നീ ഡാൻസ് ആട്, തകർത്താട്, നീ കോമ്പറ്റീഷൻ പോണം. അതിന് നിനക്ക് എന്തെങ്കിലും പൈസയ്ക്ക് ആവശ്യമുണ്ടെങ്കിൽ, എന്തെങ്കിലും സ്പോൺസേഴ്സിന്റെ രീതിയിൽ ആവശ്യമുണ്ടെങ്കിൽ ഈ ചേട്ടനോട് ഇരിപ്പുണ്ട്, നീ വാ, നിന്നെ ഞാൻ സപ്പോർട്ട് ചെയ്യും. നിന്റെ കളറും ഇതൊന്നും നീ ഇതുപോലുള്ള വല്ലവരും പറഞ്ഞെന്നും പറഞ്ഞിട്ട് അല്ല ഞാൻ പറഞ്ഞത്. ഞാൻ ഈ പന്നിച്ചന്തങ്ങൾ ഒരിക്കലും ആനച്ചന്തത്തിനെ കുറിച്ച് പറയാൻ പാടില്ല. അപ്പൊ അതുകൊണ്ട് ആ പറഞ്ഞ ടീച്ചർ എന്നുള്ളത് പോലും നിങ്ങൾ അർഹിക്കുന്നില്ല. ഒരു ടീച്ചർ എന്ന് പറഞ്ഞാൽ ഏതൊരു സ്റ്റുഡന്റിനെയും, കാരണം ഞാൻ പഠിച്ചത് ഞാങ്ങാട്ടി UP സ്കൂളിലും അതുപോലെ തന്നെ മാങ്കുറിശ്ശിയിലൊക്കെയാണ്. എന്റെ കൂടെ ഇരുന്ന് പഠിച്ചിരുന്നതിൽ പല ജാതിയിൽ നിന്നും വന്നിരുന്ന കുട്ടികളുണ്ടായിരുന്നു, പല തരക്കാരും ഉണ്ടായിരുന്നു. പക്ഷെ ഞങ്ങളൊക്കെ ഒരുമിച്ചിരുന്ന് ഞങ്ങളെ പഠിപ്പിക്കുന്ന മാഷ്മാരും ടീച്ചർമാരും ഞങ്ങളെ ഒരിക്കലും ഇത് പറഞ്ഞിട്ടില്ല, നീ കറുത്തവനാടാ, നീ വെളുത്തവനാണെന്നുള്ള പറഞ്ഞിട്ടില്ല. അപ്പൊ അങ്ങനെയുള്ള ഒരു ടീച്ചർ എന്ന് പോലും പറയാൻ അർഹതയില്ല, വിളിക്കാൻ അർഹതയില്ലാത്തവരാണ്. അതുകൊണ്ട് ഈ വീഡിയോ എന്റെ മനപ്രയാസം കൊണ്ട് മാത്രം ഞാൻ പറഞ്ഞതാണ്. ഇങ്ങനൊരു സംഭവം കേട്ടപ്പം ഇപ്പൊ യാത്ര ചെയ്യുന്ന സമയത്ത് ഇതിനൊന്ന് പ്രതികരിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഇനിയെങ്കിലും ഇതുപോലുള്ള ജാതി മതമായിട്ടും വർണ്ണവിവേചനം കാണിക്കുന്ന വ്യക്തികളെ നിങ്ങൾ സമൂഹത്തിൽ നിന്ന് ഒറ്റപ്പെടുത്തണം. ഞാൻ പറയുമ്പോൾ ഇവർക്ക് അഗൻസ്റ്റ് ആയിട്ട് കേസ് പോലും എടുക്കേണ്ടതാണ്. ബിക്കോസ് ഇത് ഗവൺമെന്റ് കേസ് എടുക്കണം. പക്ഷെ ഇന്നിപ്പോ ഞാൻ കേട്ടു അവരൊരു ഇന്റർവ്യൂല് അവരെങ്ങനെയാണ് ഈ കലാമണ്ഡലത്തിൽ വന്നതെന്ന് ചോദിച്ചപ്പം ഒരു CPM നേതാവിന്റെ ശുപാർശയിൽ വന്നതാണെന്ന്. എനിക്ക് CPM നേതാവെന്ന് പറയുന്ന സമയത്ത് ഞാൻ ആദ്യം സഖാവ് പിണറായി വിജയന്റെ അടുത്താണ് ഞാൻ പറയുന്നത്, സഖാവ് ഇതുപോലുള്ള വർഗങ്ങളെ ഒന്നും അകത്തോട്ട് കയറ്റിയിട്ട്
പാർട്ടിക്ക് അല്ലെങ്കിലേ ഇഷ്ടംപോലെ പ്രശ്നങ്ങളുണ്ട്. അതിന്റെ കൂട്ടത്തിൽ ഇതുപോലുള്ളവരെയൊന്നും കയറ്റിയിട്ട് ചീത്തപ്പേര് വാങ്ങിക്കാതിരിക്കുക. കഴിയുമെങ്കിൽ ഇവരെ പിടിച്ചിട്ട് ആ ഏത് വ്യക്തിയാണ് ശുപാർശ ചെയ്ത് അവിടെ കയറ്റിയതെങ്കിൽ അവരോട് പറഞ്ഞിട്ട് അതുപോലെ ഇറക്കി കൊണ്ടുപോകാൻ പറയും. അതാണ് സാറിന് ഈ സമൂഹത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ രാമകൃഷ്ണനോട് ചെയ്യാൻ പറ്റുന്ന ഒരു നീതി. നിങ്ങൾ എപ്പോഴും പറയുന്നുണ്ടല്ലോ ഞങ്ങളെല്ലാം ഈക്വാലിറ്റിക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോ സഖാവ് ശ്രീ പിണറായി വിജയൻ ഇതിന് ഒരു ഉത്തരം എനിക്ക് തരണം. എന്താണ് രാമകൃഷ്ണന്റെ അടുത്ത് നിങ്ങൾ നീതി പുലർത്തിയത്? ഒരു മനുഷ്യനെ മനസ്സുകൊണ്ട് വേദനിപ്പിക്കാൻ പാടില്ല സാർ. അത് ഒരു വ്യക്തിയാണെങ്കിൽ അതും എന്തൊരു അറഗൻസിലാണ് ആ സ്ത്രീ സംസാരിച്ചുകൊണ്ടിരുന്നത്. എനിക്കറിയില്ല അവർ അമ്മയാണോ എന്നുള്ളത്. കാരണം അമ്മമാർക്ക് ഒരിക്കലും ഇങ്ങനെയൊന്നും സംസാരിക്കാൻ പറ്റില്ല. പെറ്റമ്മ പോലും സഹിക്കില്ല. അല്ലെങ്കിൽ എന്റെ കുട്ടി ആദ്യമായിട്ട് ഈ സൗന്ദര്യത്തിൽ അഹങ്കരിക്കുന്നവരോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ. നിങ്ങളുടെയൊക്കെ സൗന്ദര്യം ലാക്മേഡിയും അല്ലെങ്കിൽ മാക്കിന്റെയും പൊട്ടിവെച്ചിട്ട് കയറ്റിയിട്ടുള്ള കുറെ സൗന്ദര്യക്കാരുണ്ട്. വെറുതെ ഇതങ്ങ് വെച്ചടിച്ചിട്ട് കുറെ ലിപ്സ്റ്റിക് അടിച്ചോണ്ട്. ഇനി അല്ല, നിങ്ങൾക്ക് ജന്മനാ ഉള്ള സൗന്ദര്യമാണെങ്കിൽ നിങ്ങൾ എന്തിനാണ് എന്തെല്ലാം അഹങ്കരിക്കുന്നത്? അത് ജനിച്ച സമയത്ത് ദൈവമായിട്ട് തന്നിട്ടുള്ളതാണ്. ഞാൻ ഈവൻ ഐശ്വര്യരായുടെ സൗന്ദര്യത്തിനെ കൊല്ലും. ഐശ്വര്യരായ്ക്ക് അവരുടെ സൗന്ദര്യത്തിൽ അഹങ്കരിക്കേണ്ട. പക്ഷെ അവർ ആ സൗന്ദര്യത്തിന്റെ കൂടെ ഉണ്ടാക്കിയിരുന്ന പേഴ്സണാലിറ്റി ഉണ്ട്. ലോകത്തിന്റെ മുന്നിൽ നിന്ന് സംസാരിക്കാനും അവർ കാണിക്കുന്ന പ്രവൃത്തികളിലുള്ള മനുഷ്യത്വം ഇതെല്ലാം കൂടെ കാണുന്ന സമയത്താണ് ആ വ്യക്തിയുടെ പേഴ്സണാലിറ്റി നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യും. ആ പേഴ്സണാലിറ്റിയാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അതിൽ നമുക്ക് അഹങ്കരിക്കാം. അല്ലാതെ ഞാൻ സുന്ദരനാണ് എന്ന് പറയുന്നത് ഞാൻ അഹങ്കരിക്കുന്നതിൽ ഒരു കാര്യമില്ല. ഈ സൗന്ദര്യം എന്നൊക്കെ പറയുന്നത് ഒന്ന് മനസ്സിലാക്കണം. നമ്മൾ ചുമ്മാ നടന്നു പോകുന്ന സമയത്ത് ഏതെങ്കിലും സൈഡിൽ നിന്ന് മൂടുന്ന എന്തെങ്കിലും കഴിഞ്ഞാൽ പോയി ഈ സൗന്ദര്യമൊന്നും ഉണ്ടാവില്ല. തീ പൊള്ളിയിട്ട് പോകുന്നുണ്ട് പല സംഭവത്തിലും. അതുകൊണ്ട് ഈ സൗന്ദര്യത്തിൽ തന്റെ തൊലിവെളുപ്പിലും അഹങ്കരിക്കുന്ന നിങ്ങളെപ്പോലുള്ള വ്യക്തികളോട് എനിക്ക് പുച്ഛമാണ്. ടീച്ചർ എന്ന് പറയാൻ പറ്റില്ല. കാരണം ടീച്ചർ എന്നുള്ളത് ഞാൻ ബഹുമാനിക്കുന്നത് എന്റെ അധ്യാപകർ, മാതാപിതാ, ഗുരു, ദൈവം എന്ന് പറയുന്ന അതിൽ ഞാൻ എല്ലാവരെയും ബഹുമാനിക്കുന്നതും കാലുതൊട്ട് വന്ദിക്കുന്നതുമാണ്. പക്ഷെ നിങ്ങളെപ്പോലുള്ളൊരു വ്യക്തി രാമകൃഷ്ണനെ കുറിച്ചാണ് പറഞ്ഞിട്ടുള്ളത്. അത് ഏറ്റവും അധികം നിങ്ങളത് പല പത്രക്കാരും നിങ്ങളുടെ അടുത്ത് ചോദിക്കുന്നത് ഞാൻ കേട്ടു. അതിന് കാൻഡ് യു സേ സോറി? ഞാനത് പറയില്ല. ഇതാണ് ആ അഹങ്കാരം അവിടെ ഉണ്ടായിരുന്നു. അഹങ്കാരം എവിടെയും എത്തിക്കില്ല ഒരു വ്യക്തി. ഭവ്യത കഴിയുമെങ്കിൽ മറ്റുള്ളവന്റെ സന്തോഷം കൊടുക്കാൻ പറ്റുമെങ്കിൽ. നീ കാണാൻ കൊള്ളാത്ത ഒരുത്തനാണെങ്കിൽ ശരി, അവന്റെ കവിളിൽ നിന്ന് പോയിട്ട് യു ലുക്ക് ഗുഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വ്യക്തിക്ക് കിട്ടുന്നൊരു സന്തോഷമുണ്ട്. അത് കാശ് കൊടുത്ത് നിങ്ങൾക്ക് വാങ്ങിച്ചു കൊടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഇനിയെങ്കിലും ഒരു മനുഷ്യ സ്ത്രീയായിട്ട്, ഒരു അമ്മയായി, ഒരു ടീച്ചറായിട്ട് ബിഹേവ് ചെയ്ത് ഈ സമൂഹത്തിന് വല്ലതും നല്ലതും ചെയ്തു കൊടുക്കാൻ പറ്റുമെങ്കിൽ നിങ്ങളോട് എനിക്ക് അതേ അഭ്യർത്ഥിക്കാനുള്ളൂ. മുഖ്യമന്ത്രിയോട് എനിക്ക് ഈ അഭ്യർത്ഥനയാണ്. കാരണം കലാമണ്ഡലം എന്ന് പറയുന്ന കേരള ഗവൺമെന്റിന്റെ അണ്ടറിലേക്ക് വരുന്നതാണ്. സോ ഇതുപോലുള്ള വ്യക്തികൾ ഒരു വ്യക്തിനെ അപമാനിച്ചിട്ടുണ്ടെങ്കിൽ അതിന് കൃത്യമായിട്ടുള്ള എന്തെങ്കിലും രീതിയിൽ, ഞാൻ എപ്പോഴും അങ്ങയുടെ എന്റെ ഫേസ്ബുക്ക് ലൈവിലൂടെ ഞാൻ വരുന്ന സമയത്ത് നമുക്ക് പാർട്ടിപരമായിട്ട് പല ഡിഫറൻസ് ഉണ്ടായിരിക്കും. പക്ഷെ ഞാൻ എപ്പോഴും പറയുന്നത് ഈ സമൂഹത്തിന് നിങ്ങളാൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക. ഇപ്പം വയനാട് കേസിലും ഇതുപോലെ ലൈവിൽ വന്ന് ഞാൻ പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു, CBIക്ക് കേസ് വിട്ടുകൊടുക്കണമെന്നുള്ളത്. യു ഹാവ് ഡൺ ഇറ്റ് ആൻഡ് താങ്ക് യു സോ മച്ച് CM ഫോർ ദാറ്റ്. ഇത് ഈ രാമകൃഷ്ണൻ അഗൻസ്റ്റ് പറഞ്ഞിട്ടുള്ള ഈ സ്ത്രീക്ക് അഗൻസ്റ്റ് ആക്ഷൻ എടുക്കേണ്ടത് അങ്ങയുടെ ഒരു കടമയാണ് ജനങ്ങളോടുള്ളത്. ഇതുപോലെ എന്നെ പോലുള്ള എത്രയോ കർത്തവന്മാര് ഈ സമൂഹത്തിലുണ്ട്. എന്നോടത് പറഞ്ഞിരുന്നെങ്കിൽ ഞാനതിലുള്ള ഉത്തരമൊന്നും കൊടുക്കില്ലായിരുന്നു. ഞാനതിന് കാരണം ഞാൻ ചിരിക്കും, അത്രയേ ഉള്ളൂ. കാരണം എന്തിനാണ് ഇവർ ഈ അഹങ്കരിക്കുന്നത്? അതുകൊണ്ട് സാറിന്റെ അടുത്ത് എനിക്കൊരു റിക്വസ്റ്റാണ്, യു ഷുഡ് ടേക്ക് ആക്ഷൻ അഗൻസ്റ്റ് ദിസ് ലേഡി ബിക്കോസ് ഷി ഹസ് ഹേർട്ട് ഒരു കലാകാരനെ വളരെയധികം വേദനിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് പ്ലീസ് ടേക്ക് ആക്ഷൻ.